Good morning. Good morning, sir. Yes, good morning to all of you. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺകോഡ് എന്താണെന്നാണ് ചർച്ച ചെയ്തത് അല്ലേ? കോൺകോഡ്. ഇന്ന് നമുക്ക് ഈ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതിനു മുമ്പ് ഏതെങ്കിലും ക്ലാസ്സിൽ? അതായത് ഇംഗ്ലീഷില് സിംഗുലർ നൗൺസിനെ പ്ലൂറലാക്കി മാറ്റാൻ ചില നിയമങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, അല്ലെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കേണ്ടി വരും. സ്മിത ഉണ്ടോ? യെസ്, ഓക്കെ. എന്നാൽ നമുക്ക് അത് തന്നെ ഇന്ന് ചർച്ച ചെയ്യാം. നോക്കാം. അപ്പൊ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്താണെന്ന്, സിംഗുലർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, denoting one. Plural means denoting more than one. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ സാധാരണ ഇംഗ്ലീഷിലെ ഒരു സിംഗുലർ നൗൺ നമുക്ക് എങ്ങനെ പ്ലൂറലാക്കി മാറ്റാം? സാധാരണയായിട്ട് ഏകവചന നാമങ്ങൾ, അതായത് സിംഗുലർ നൗൺസിനോടൊപ്പം യെസ് എന്ന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയുടെ ബഹുവചന രൂപം അല്ലെങ്കിൽ പ്ലൂറൽ ഫോം കിട്ടുന്നതാണ്. സാധാരണ വാക്കുകൾ, അതായത് ഇപ്പോ കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ പ്ലൂറൽ കാറ്റ്സ് എന്നാണ്. അതിന്റെ കൂടെ എസ് എന്ന് ചേർത്താൽ മതി. ഹൗസ്, അവിടെ ഹൗസസ് എന്നായിട്ട് മാറും പ്ലൂറൽ. അതുപോലെ സ്നേക്ക്, സ്നേക്സ്. ഇങ്ങനെയുള്ള സാധാരണ പദങ്ങളുണ്ട്. ആ പദങ്ങളുടെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവയുടെ പ്ലൂറൽസ് ഫോം ചെയ്യാനായിട്ട് ആ വാക്കുകളോടൊപ്പം വെറുതെ എസ് എന്ന് ചേർത്താൽ മതി. എന്നാൽ എല്ലാ വാക്കുകളും ഇത്തരത്തിൽ എസ് ചേർത്തുകൊണ്ട് നമുക്ക് ബഹുവചനമാക്കാൻ സാധ്യമല്ല. അതിന് ചില നിയമങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. അവയെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. നോക്കാം. ഒന്നാമത്തെ റൂളാണ് ഇപ്പൊ നിങ്ങളോട് പറയാം. റൂൾ 1. ഇപ്പോ യെസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ് ഓർ ഇസഡ് എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പല വാക്കുകളും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏതൊക്കെയാണ്? നൗൺസ് എൻഡിങ് വിത്ത് യെസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, ഞാൻ എക്സാമ്പിൾ പറയാം, എക്സ്, അതുപോലെ ഇസഡ് എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകൾ അവയുടെ ബഹുവചനം ഫോം ചെയ്യാൻ അവയോടൊപ്പം ഇ എസ് എന്ന് ചേർത്താൽ മതി. നോക്കാം. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. BENCH, ബെൻസ്. അത് CH-ലല്ലേ അവസാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്ലൂറൽ ഫോം എന്തായിരിക്കും? ഇപ്പോ BENCHES ഉണ്ടോ? അപ്പൊ CH-ൽ അവസാനിക്കുന്ന വാക്കുകൾ അവയെ പ്ലൂറലാക്കാൻ അവയോടൊപ്പം ES എന്ന് ചേർത്താൽ മതി. അതുപോലെ SS-ൽ അവസാനിക്കുന്ന വാക്കുകളുണ്ട്. CLASS, ക്ലാസ്. SS എന്ന 2 അക്ഷരങ്ങളിലാണ് അത് അവസാനിച്ചിട്ടുള്ളത്. അതിന്റെയും പ്ലൂറൽ ഫോം ചെയ്യാൻ അതിനോടൊപ്പം ES എന്ന് ചേർത്താൽ മതി. അപ്പൊ CLASSES, ക്ലാസസ്. അതുപോലെ എക്സിൽ അവസാനിക്കുന്ന വാക്കുകളുണ്ട്. അപ്പൊ ടാക്സ്, TAX.
ടാക്സ് എക്സ് എന്ന ലെറ്ററിലാണ് അവസാനിച്ചിട്ടുള്ളത്. അതിനെ പ്ലൂറൽ ഫോം ആക്കാൻ ES എന്ന് ചേർത്താൽ മതി. TAXES, ടാക്സസ്. ഉണ്ടോ? അതുപോലെ എക്സിൽ അവസാനിക്കുന്ന വാക്കുകളാണ്, സോറി, അതിലൊന്നാണ് ബോക്സ്, BOX, ബോക്സ്, ബോക്സസ്. അതുപോലെ ഇൻഡെക്സ് എന്ന വാക്ക് INDEX, ഇൻഡെക്സ്, സൂചിക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഇൻഡെക്സ് എന്ന വാക്കിന്റെ പ്ലൂറൽ രണ്ട് പ്ലൂറൽ ഫോംസ് അതിന് ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഒന്ന് ഇൻഡെക്സസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം, INDEXES എന്ന് ഉപയോഗിക്കാം. പിന്നെ ഇൻഡിസീസ് എന്ന ഒരു വാക്ക് കൂടി അതിന്റെ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, INDICES. അപ്പൊ ഇതാണ് ഒരു സിംഗുലർ നൗണിനെ പ്ലൂറലാക്കി മാറ്റാനുള്ള ഒന്നാമത്തെ നിയമം. ഇതാണ് എന്താണ്? നൗൺസ് എൻഡിങ് in S, SS, SH, CH, X or Z, they form the plural by just adding ES to the singular form. ഇവയെ നമുക്ക് പ്ലൂറലാക്കാൻ അവയുടെ സിംഗുലറിനോടൊപ്പം ES എന്ന് ചേർത്താൽ മതി. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ മൊണാർക്ക്, MONARCH, മൊണാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മൊണാർക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന് നമുക്ക് നല്ല ശുദ്ധമായ മലയാളത്തിൽ പറയാം. മൊണാർക്ക് എന്ന വാക്കിന്റെ പ്ലൂറൽ അതിനോടൊപ്പം ES ചേർക്കരുത്. അതുപോലെ സ്റ്റൊമക്, STOMACH, അതും CHലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇവയെ പ്ലൂറലാക്കി മാറ്റാൻ നമ്മൾ S എന്ന് മാത്രം ചേർത്താൽ മതി. അതായത് മൊണാർക്ക്, മൊണാർക്സ്, MONARCHS. അതുപോലെ സ്റ്റൊമക് എന്ന വാക്ക് STOMACHS, സ്റ്റൊമക്സ്. അപ്പൊ നോക്കാം, അടുത്തതാണ് ചില നാമങ്ങൾ ഓയിൽ അവസാനിക്കുന്ന നാമങ്ങളുണ്ട്. ഓ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ചില നാമങ്ങൾ, ചില നൗൺസ്. ഇപ്പൊ ഞാനൊരു വേർഡ് പറയാം, HERO, ഹീറോ. ഓയിലാണ് അവസാനിച്ചിട്ടുള്ളത്. നോക്കാം, ഓയിൽ അവസാനിക്കുകയും ആ O എന്നുള്ളതിന് മുമ്പ് ഒരു കോൺസണന്റ് ലെറ്റർ ആണ് വന്നിട്ടുള്ളത്. HERO, O എന്ന ആ ലെറ്ററിന് മുമ്പ് എന്താണ്? R എന്ന കോൺസണന്റ് ലെറ്റർ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓയിൽ അവസാനിക്കുകയും അതിന് മുൻപിലായി ഒരു കോൺസണന്റ് ലെറ്റർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളെ നമുക്ക് പ്ലൂറലാക്കി മാറ്റാൻ ES എന്ന് ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഹീറോ, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? HEROES. അതുപോലെ സീറോ, ZERO, സീറോ, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? അതിന്റെ പ്ലൂറൽ ഫോം ZEROES. ധാരാളം വാക്കുകളുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഇങ്ങനെയുള്ളതാണ്. പൊട്ടറ്റോ, POTATO. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കാം, ഓയിലാണ് അവസാനിക്കുന്നത് ഈ വാക്കുകൾ. പക്ഷെ O എന്നതിന് മുൻപിലായി ഉള്ള ലെറ്റർ ഏതാണ്? ഒരു കോൺസണന്റ് ലെറ്റർ ആണ്. അപ്പൊ എന്താണ് കോൺസണന്റ് ആൻഡ് വവൽ? നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. 26 അക്ഷരങ്ങളില് 5 അക്ഷരങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം നമുക്ക് കോൺസണൻസ് അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരം എന്ന് പറയാം. ഇംഗ്ലീഷില് സ്വയമായിട്ട്
ശബ്ദമുള്ള അക്ഷരങ്ങളാണ് വവൽസ്. അതായത് വവൽസ് നമ്മൾ ശരിക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, വവൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വവൽസ് ആർ സ്പീച്ച് സൗണ്ട്സ് which are uttered or uttered without the help of tongue, teeth and lips. ചുണ്ടുകളുടെയോ പല്ലുകളുടെയോ നാവിന്റെയോ സഹായം ഇല്ലാതെ ഉച്ചരിക്കുന്ന ആ ശബ്ദങ്ങളെയാണ് നമ്മൾ വവൽസ് എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരും പറയണത് എന്താന്ന് വെച്ചാൽ വവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇ ഐ ഒ യു. എന്താണ് ഇവയെ വവൽസ് എന്ന് വിളിക്കാൻ കാരണം? എ എന്നുള്ളതിന് തന്നെ 4-5 ശബ്ദങ്ങളോളം അതിനുണ്ട്. എ എന്ന് നിങ്ങൾ ഉച്ചരിച്ചു നോക്കിയേ. എ എന്ന് ഉച്ചരിക്കുമ്പോ നിങ്ങളുടെ പല്ലുകളുടെ സഹായം വേണ്ട, നാവിന്റെ സഹായം വേണ്ട, ചുണ്ടുകളുടെ സഹായം വേണ്ട. അത് ഇന്റേണൽ ആയിട്ട് വരുന്ന ഒരു ശബ്ദമാണ്. അതുകൊണ്ടാണ് അതിനെ വവ്വൽ എന്ന് പറയുന്നത്. അപ്പൊ അതിരിക്കട്ടെ. ഇവിടെ രണ്ടാമത് പറഞ്ഞ റൂൾ എന്താണ്? Nouns ending in o preceded by a consonant form the plurals by adding es to the singular. ഓയിൽ അവസാനിക്കുകയും ഓ എന്നതിന് മുൻപായി ഒരു കോൺസണന്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവയെ പ്ലൂറലാക്കി മാറ്റാൻ നിങ്ങൾ es എന്ന് ചേർത്താൽ മതി. മാംഗോ അതിന്റെ പ്ലൂറൽ ഫോം എന്തായിരിക്കും? MANGO ES. അതുപോലെ എക്കോ ECHO എക്കോ ECHO ES. ബഫല്ലോ BUFFALO ബഫല്ലോ. അതിന്റെയും പ്ലൂറൽ എന്തായിരിക്കും? ബഫല്ലോസ്. എന്നാൽ ഈ നിയമത്തിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഈ നിയമം ബാധകമല്ലാത്ത ചില പദങ്ങളുണ്ട്. അവയെ നമ്മൾ ഫോറിൻ വേർഡ്സ് എന്നാണ് പറയുന്നത്. ഫോറിൻ വേർഡ്സ് അതായത് വിദേശ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കടം കൊണ്ടിട്ടുള്ള അല്ലെ കടം സ്വീകരിച്ചിട്ടുള്ള വാക്കുകളുണ്ട്. അതിലൊന്നാണ് ഫോട്ടോ, PHOTO ഫോട്ടോ. ഫോട്ടോ ഒരു ഫോറിൻ വേർഡാണ്. അത് ഓയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതിന് മുൻപിലായിട്ട് ടി എന്ന ഒരു കോൺസണന്റ് സൗണ്ട് ലെറ്റർ ഉണ്ട്. പക്ഷേ ആ വാക്കിനെ പ്ലൂറലാക്കാൻ നമ്മൾ എസ് എന്ന് മാത്രം ആഡ് ചെയ്താൽ മതി. അതിന്റെ എക്സെപ്ഷൻ ആയിട്ടുള്ള ചില വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ ഫോട്ടോ, ഫോട്ടോസ്, PHOTO yes. ഇംഗ്ലീഷില് PH എന്ന് പറഞ്ഞാൽ അതിന്റെ ഉച്ചാരണം എഫ് എന്നാണ്. ഇപ്പൊ PHOTO നമ്മൾ ഫോട്ടോ എന്നല്ലേ പറയുന്നത്. അതുപോലെ PHONE അതിനും നമ്മൾ ആ PHന് എഫ് എന്ന സൗണ്ടാണ് കിട്ടുന്നത്. ഫോട്ടോ. ഞാൻ ഈ ഉച്ചാരണ ശാസ്ത്രം എന്ന് പറഞ്ഞ ആ ഭാഗം മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സ്പെല്ലിംഗ് റൂൾസ് ഉണ്ട്. അതുപോലെ ഫനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രശാഖ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ മറ്റൊരു വേർഡാണ് ഡൈനാമോ, DYNAMO ഡൈനാമോ. അതും ഒരു ഫോറിൻ വേർഡാണ്. അതിന്റെ പ്ലൂറൽ DYNAMOS ഡൈനാമോസ്. അതുപോലെ പിയാനോ, പിയാനോ എന്ന വാക്ക് അതും വിദേശ ഭാഷയിൽ നിന്ന് നമ്മൾ കടം സ്വീകരിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പൊ പിയാനോ എന്നതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? പിയാനോ. PIANOS എന്ന് മാത്രം ചേർത്താൽ മതി നിങ്ങൾ. ഒരു മിനിറ്റ്. നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരു വേർഡ്
ഓയിൽ അവസാനിക്കുകയും ഓ എന്നതിന് മുൻപായി ഒരു കോൺസണന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളെ പ്ലൂറലാക്കി മാറ്റാൻ ES എന്ന് ചേർത്താൽ മതി. എന്നാൽ there are certain exceptions to this rule. ഈ നിയമം ബാധകമല്ലാത്ത ചില വാക്കുകളുണ്ട്. അവയെ ഫോറിൻ വേർഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഫോറിൻ വേർഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഭാഗം വരുമ്പോ പറഞ്ഞുതരാം. അപ്പോ ഇനി നോക്കാം. ഇതുപോലെ ഓയിൽ അവസാനിക്കുകയും ഓ എന്ന അക്ഷരത്തിന് മുൻപായി ഒരു വവ്വലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഉണ്ടോ? അങ്ങനെയുള്ള വാക്കുകളെ പ്ലൂറലാക്കാൻ നിങ്ങൾ യെസ് എന്ന് മാത്രം ചേർത്താൽ മതി. എന്താണ്? ഓയിൽ അവസാനിക്കുകയും ഓ എന്നതിന് മുൻപായി ഒരു വവ്വൽ ലെറ്റർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളെ നമുക്ക് പ്ലൂറലാക്കാൻ യെസ് എന്ന് മാത്രം ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, റേഡിയോ, RADIO, ഓയിലല്ലേ അവസാനിച്ചിട്ടുള്ളത്, ബട്ട് അതിന് മുൻപായി ഐ എന്ന വവ്വലാണ് വന്നത്. റേഡിയോ എന്ന വാക്കിന്റെ പ്ലൂറൽ RADIOS എന്നായിരിക്കും. അതുപോലെ സ്റ്റുഡിയോ, ഇത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം നന്നായിരിക്കും. സ്റ്റുഡിയോ, STUDIO, സ്റ്റുഡിയോ, സ്റ്റുഡിയോസ്, STUDIOS. അതുപോലെ ബാംബു, BAMBOO, അവിടെയും ബാംബൂസ് എന്ന് എഴുതിയാണ്, BAMBOOS. അതുപോലെ കുക്കു, CUCKOO, കുക്കു പക്ഷി അല്ലെ, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? കുക്കൂസ്. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്കത്? നെക്സ്റ്റ്, അപ്പൊ ഇത് നമുക്ക് മാറിപ്പോവാൻ വളരെ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് നിങ്ങളോട് പറയേണ്ടത്. ഇനി അടുത്തതാണ് nouns ending in Y. Y എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. STORY. നോക്കാം. STORY, സ്റ്റോറി. ഇത് വൈയിലാണ് അവസാനിച്ചിട്ടുള്ളത്. എന്നാൽ വൈക്ക് മുൻപായിട്ട് ഒരു കോൺസണന്റ് അല്ലേ, R എന്ന കോൺസണന്റ് ആണ്. അങ്ങനെയുള്ള വാക്കുകളെ പ്ലൂറലാക്കി മാറ്റാൻ നിങ്ങൾ Y എന്ന് മാറ്റാം, എന്നിട്ട് IES എന്ന് ചേർക്കാം. നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാലും ഇതാണ് ഇതിന്റെ പുറകിലുള്ള നിയമം. എന്താണ് ആ നിയമം? വൈയിൽ അവസാനിക്കുകയും വൈക്ക് മുമ്പായി ഒരു കോൺസണന്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളെ പ്ലൂറലാക്കി മാറ്റാൻ Y എന്ന് മാറ്റാം, IES എന്ന് ചേർക്കാം. ഫോർ എക്സാമ്പിൾ, STORY, സ്റ്റോറി, കഥ. എന്റെ പ്ലൂറൽ STORIES. സ്പെല്ലിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയുടെ നെടുംതൂൺ എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആണ്. മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിങ്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ കിങ്സ് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ്, അതുപോലെ അമേരിക്കൻ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് അല്പം വ്യത്യാസമുണ്ട്. ഗ്രാമറിലും അല്പം വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോട് പിന്നീട് പറയാം. അപ്പൊ STORY, അതിന്റെ പ്ലൂറൽ STORIES.
അതുപോലെ സിറ്റി, CITY, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ഈ നിയമമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. CITY, വൈ എന്ന് മാറ്റാം, IES ചേർക്കുക, CITIES. അതുപോലെ വെറൈറ്റി, VARIETY, വെറൈറ്റി. അവിടെയും നിങ്ങൾ വൈ മാറ്റാം, പകരം IES എന്ന് ചേർക്കാം. അപ്പൊ എന്താണ് ആ റൂൾ? ആ റൂൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വൈയിൽ അവസാനിക്കുന്ന വേർഡ് വൈയിൽ അവസാനിക്കുകയും തൊട്ടു മുമ്പ് മുമ്പായി ഒരു കോൺസണന്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളെ പ്ലൂറലാക്കി മാറ്റാൻ വൈ എന്ന് മാറ്റാം, IES എന്ന് ചേർക്കാം. എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. ധാരാളം വേർഡ്സ് ഉണ്ട്. നിങ്ങൾ ഈ നിയമം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും എഴുതുമ്പോൾ സ്പെല്ലിങ്ങിൽ യാതൊരു മിസ്റ്റേക്കും വരില്ല. സംസാരം അല്ലെങ്കിൽ കോൺവെർസേഷണൽ ആയിട്ടുള്ള പാഠവും മാത്രം നമുക്ക് പോരാ, എഴുത്തുകൂടി ഭംഗിയായിരിക്കണം. എഴുത്ത് ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് വളരെ കമ്പൽസറി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോ നമ്മൾ പറഞ്ഞ ഒരു റൂൾ ഇതാണ്. Nouns ending in Y preceded by a consonant form their plurals by changing Y into IES. എന്നാൽ ഇതുപോലെ തന്നെ വൈയിൽ അവസാനിക്കുകയും വൈക്ക് മുൻപായിട്ട് ഒരു വവ്വലാണ് വന്നിരിക്കുന്നതെങ്കിൽ അവയെ പ്ലൂറലാക്കി മാറ്റാൻ നമ്മൾ വെറുതെ എസ് എന്ന് ചേർത്താൽ മതി. വൈ മാറ്റണ്ട അവിടെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. വാലി, VALLEY, VALLEY, വൈയിലാണ് അവസാനിച്ചിരിക്കുന്നത്. വൈക്ക് തൊട്ട് മുൻപായി ഇ എന്ന വവ്വലാണ്. അപ്പൊ വാലി എന്ന് പറഞ്ഞാൽ താഴ്വര. താഴ്വരകൾ എന്ന് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ VALLEYS എന്ന് എഴുതിയാൽ മതി. അതുപോലെ കീ, KEY, കീ, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? KEYS. അതുപോലെ STOREY, STORY അല്ല, STORY നമ്മൾ ആദ്യം പറഞ്ഞതാണ്. STOREY, ആ സ്റ്റോറിയുടെ അർത്ഥം വില എന്നാണ് അതിന്റെ മീനിങ്. മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ബഹുനില കെട്ടിടം നമ്മൾ പറയാറുണ്ട്. അവിടുത്തെ സ്റ്റോറീഡ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് STORYED എന്നാണ്. ഇവിടെ STOREY, സ്റ്റോറി എന്നുള്ളതിന്റെ പ്ലൂറൽ STOREYS. എന്താ? ജേർണി, JOURNEY, ജേർണി, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? JOURNEYS. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വേർഡാണ് ബോയ്, BOYS. ഇതിന്റെ പുറകിലുള്ള നിയമം ഇതാണ്. എന്താണത്? If the final Y is preceded by a vowel, it is usual to add S to the singular to make it plural. അപ്പൊ ഓക്കെ, നെക്സ്റ്റ്
വൈയിൽ അവസാനിക്കുന്നതല്ലേ നമ്മൾ പറഞ്ഞത്. നോക്കാം. നെക്സ്റ്റ് അടുത്ത ഒരു റൂൾ ഇതാണ്, ശ്രദ്ധിക്കുക. എഫ് ഓർ FE എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകൾ നമുക്ക് പരിചയമുള്ളതാണ്. അങ്ങനെയുള്ള വാക്കുകളെ പ്ലൂറലാക്കി മാറ്റാൻ F or FE എന്ന് ചേഞ്ച് ചെയ്യാൻ മാറ്റാം, പകരം VES എന്ന് ചേർത്താൽ മതി. എന്താണ് ആ റൂൾ? എഫിലോ FEയിലോ അവസാനിക്കുന്ന വാക്കുകൾ അവയെ പ്ലൂറലാക്കാൻ എന്ത് ചെയ്താൽ മതി? അവയിൽ F or FE മാറ്റി പകരം VES. എക്സാമ്പിൾ പറയാം. CALF കാഫ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. CALVES അതിൽ F അങ്ങോട്ട് മാറ്റാം, പകരം തീർത്താൽ മതി CALVES. ലീഫ്. നിങ്ങൾക്ക് നിത്യപരിചയമുള്ള ഒരു വാക്കാണ് അടുത്തത് LEAF. എന്റെ പ്ലൂറൽ എങ്ങനെ ഫോം ചെയ്യണത്? അതുപോലെ ലോഫ്, LOAF. ലോഫ് എന്ന് പറഞ്ഞാൽ ലോഫ് ഓഫ് ബ്രെഡ്. ബ്രെഡിന്റെ പാക്കറ്റ് എന്ന് പറയാനാണ് നമ്മൾ ലോഫ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ബ്രെഡിന്റെ പാക്കറ്റുകൾ എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ലോവ്സ് ഓഫ് ബ്രെഡ് എന്നാണ് പറയുന്നത്. അവിടെ LOVES, ലോവ്സ് ഓഫ് ബ്രെഡ്. LOA ഇല്ലേ? A കഴിഞ്ഞിട്ടല്ലേ? LOAVES. LOAF ലോ. അതിനെങ്ങനെ പ്ലൂറലാക്കും? F അങ്ങോട്ട് മാറ്റാം, പകരം VES ചേർക്കാം. അപ്പൊ LOAVES ലോവ്സ് അല്ലേ? അതുപോലെ തീഫ്, THIEF ലോ. THIEVES. മറ്റൊന്നാണ് നൈഫ്, KNIFE. FEയിലാണ് അവസാനിച്ചിട്ടുള്ളത്. FE എന്ന് മാറ്റാം, പകരം VES നേർക്കാം. KNIVES. അപ്പൊ നിയമം ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. Nouns ending in F or FE form their plurals by changing F or FE into VES. An example ഇതാണ്. ധാരാളം എക്സാമ്പിൾസ് അതിനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ നിയമത്തിനും ചില വാക്കുകൾക്ക് ഈ നിയമം ബാധകമല്ല. അപ്പൊ അത് നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പദങ്ങൾ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയണത്. അങ്ങനെയുള്ള പദങ്ങളാണ്. ഒന്ന് ഷെഫ്, CHEF. ഷെഫ് എന്ന് പറഞ്ഞാൽ മുഖ്യ പാചകക്കാരൻ അല്ലേ? പക്ഷെ അതിന്റെ പ്ലൂറൽ CHEFS എന്നായിരിക്കും. അവിടെ F മാറ്റി VES എന്ന് ചേർക്കരുത്. അതുപോലെ ചീഫ്, CHIEF ചീഫ്, അതിന്റെയും പ്ലൂറല് ചീഫ്സ് എന്നാണ്. അതുപോലെ ബിലീഫ്, BELIEF ബിലീഫ്, ബിലീഫ്സ്, BELIEFS. നിങ്ങൾ എഴുതി വെക്കാം, കാരണം അത് നമ്മുടെ പദകോശത്തിലെ ഒരു മുതൽക്കൂട്ട് കൂടിയാണത്. ഒന്നോടെ പറയാമോ സാറേ? ഇത് മൂന്നെണ്ണം CHEF ഷെഫ്, അതായത് സിംഗുലർ എന്ന് എഴുതാം, താഴെ ഷെഫ്, അടുത്ത ഭാഗത്ത് പ്ലൂറൽ എന്ന് എഴുതാം, CHEFS ഷെഫ്സ്. അതുപോലെ ചീഫ്, ചീഫ്സ്, ബിലീവ്,
ബിലീവ്സ്. DWARF, ഡോഫ്. ഡോഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ അല്ലേ? അതിന്റെ പ്ലൂരലും ഡോഫ്സ് എന്നാണ്. അപ്പൊ എല്ലാ വാക്കുകൾക്കും ഈ നിയമം ബാധകമല്ല. There are certain exceptions to this rule. അതുപോലെ റൂഫ്, ROF, മേൽക്കൂര എന്ന് പറയില്ല. റൂഫിന്റെ പ്ലൂറൽ എന്താണ്? റൂഫ്സ്, ROOFS. ഓക്കെ, ഇനി അടുത്തതാണ് ചില നൗൺസ് ഉണ്ട്. അവയെ പ്ലൂറലാക്കി മാറ്റാൻ അവയുടെ ഇന്റേണൽ വവ്വലിലും മാറ്റം വരുത്തിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പോ MOUSE, മൗസ്, എലി അല്ലേ? അതിന്റെ പ്ലൂറൽ MICE. എന്താ? OU എന്ന ആ രണ്ട് ഇന്റേണൽ വവൽസ് മാറ്റി പകരം മൈസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ മാൻ, MAN, മാൻ, മെൻ. ഉണ്ടോ? അവിടെയും നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? MAN. അതിലെ A എന്ന ഇന്റേണൽ വവൽ, അതായത് ആന്തരിക സ്വരാക്ഷരം, അത് മാറ്റി E എന്നാക്കി മാറ്റി മാൻ, മെൻ. അതുപോലെ ഫൂട്ട്, FOOT, ഫൂട്ട്. അതിന്റെ പ്ലൂറൽ എന്താ നമുക്കറിയാം. അവിടെയും ഇന്റേണൽ വവൽ മാറ്റിയിരിക്കുകയാണ്, FEET, ഫീറ്റ്. ഗൂസ്, GOOSE, ഗൂസ്. ഗൂസ് എന്ന് പറഞ്ഞ ഒരിനം പക്ഷിയല്ലേ? അതിന്റെ പ്ലൂറൽ ഗീസ് എന്നാണ്, GEESE, ഗീസ്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പദം ടൂത്ത്, TOOTH, അതും ഇതിനെ പ്ലൂറലാക്കിയിരിക്കുന്നത് OO എന്ന് മാറ്റിയിട്ട് EE എന്ന് ചേർത്തിരിക്കുകയാണ്. ഉണ്ടോ? അപ്പൊ അതാണ് ആ ഒരു നിയമം. ചില നൗൺസ് അവയുടെ പ്ലൂറൽസ് ഫോം ചെയ്യുന്നത് ഇന്റേണൽ വവൽസ്, അവയുടെ ഉള്ളിലുള്ള വവൽസ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അവയെ പ്ലൂറലാക്കി മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. അപ്പൊ ലൗസ്, LOUSE, ലൗസ്, LOUSE, ലൗസ് എന്ന് പറഞ്ഞാൽ എന്താ? LOUSE, പേൻ അല്ലേ? അതിന്റെ പ്ലൂറലാണ് ലൈസ്, LICE. അതുപോലെ വുമൺ, WOMAN, WOME എന്നാക്കി മാറ്റിയിരിക്കുകയാണ്, വിമൻ. പിന്നെ ചില ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്. അവ നോക്കാം. അവയെ EN ഉപയോഗിച്ചുകൊണ്ട് പ്ലൂറലാക്കി മാറ്റാം. അത് ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല, ആർക്കൈക് വേർഡ്സ് ആണ്. ഇപ്പോ സാധാരണയായിട്ട് ഉപയോഗത്തിൽ ഇല്ലാത്ത വാക്കുകളാണ്. അപ്പൊ ആ നിയമം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നോക്കാം. ചില വാക്കുകളോടൊപ്പം നമ്മൾ EN എന്ന് ചേർത്താൽ അവയെ പ്ലൂറലാക്കി മാറ്റാം. അതിന് എക്സാമ്പിൾ ആണ് ഓക്സ്. ഓക്സ് എന്ന് പറഞ്ഞാൽ കാള, അതിന്റെ പ്ലൂറലാണ് ഓക്സൺ. ചൈൽഡ്,
REN എന്താണ് ചേർക്കേണ്ടത്? ചിൽഡ്രൻ. നോക്കാം. പിന്നെ നോക്കാം, ചില വാക്കുകൾക്ക് സിംഗുലറും പ്ലൂരലും ഏകവചനവും ബഹുവചനവും ഒന്ന് തന്നെ ആയിരിക്കും. അത്തരത്തിലുള്ള വാക്കുകൾ കൂടി നമ്മൾ പരിചയപ്പെടുന്നതാണ്. ന്യൂസ്, അതിന്റെ സിംഗുലറും പ്ലൂറലും ന്യൂസ് തന്നെയാണ്. സാധാരണയായിട്ട് ന്യൂസ് പ്ലൂറലായിട്ട് ഉപയോഗിക്കാറില്ല, പക്ഷെ പ്ലൂറൽ നമുക്ക് പറയേണ്ടി വന്നാൽ അതിന്റെ പ്ലൂറൽ ന്യൂസ് തന്നെയാണ്. അതുപോലെ ഡീർ, DER, ഡീർ. ഡീറിന്റെ പ്ലൂറലും സിംഗുലറും ഡീർ എന്ന് തന്നെയാണ്. ഫിഷും അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മളെ ഡീഴ്സ് എന്ന് പറയരുത്, ഫിഷസ് എന്ന് പറയരുത്. ഫിഷസ് എന്ന് പറയാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ആണെങ്കിൽ മാത്രമേ ഫിഷസ് എന്ന് പറയാൻ പാടുള്ളൂ. മത്സ്യം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫിഷ് സിംഗുലറുമാണ്, അതുപോലെ ഫിഷ് പ്ലൂറലുമാണ്. ഷീപ്പ്, SHEEP, ഷീപ്പ് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറലും ഷീപ്പ് എന്ന് തന്നെയാണ്. അല്ലോ, അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. എയർക്രാഫ്റ്റ്, ലിംഗ്വിസ്റ്റിക്സ്, അത്ലറ്റിക്സ്, പെയർ, ഇവയെല്ലാം ഈ പറഞ്ഞ വാക്കുകളെല്ലാം അവയുടെ സിംഗുലർ പ്ലൂറലും ഒന്ന് തന്നെയാണ്. നോക്കാം, ഇനി ഇംഗ്ലീഷില് ചില നാമങ്ങൾക്ക് ഏകവചന രൂപം ഉണ്ടായിരിക്കില്ല, അവ എല്ലായ്പ്പോഴും ബഹുവചനമായിരിക്കും. അത് കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ സ്പെല്ലിംഗ് റൂൾസ് പറയുമ്പോൾ അതും കൂടി ഒന്ന് പറയണം. Nouns that are always in the plural form. എപ്പോഴും പ്ലൂറൽ ഫോമിൽ മാത്രമായിരിക്കുന്ന ചില വാക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണത്. സ്പെക്ടക്കിൾസ്, അതുപോലെ ട്രൗസേഴ്സ്, പിൻസേഴ്സ്, വെജിറ്റബിൾസ്, സിസേഴ്സ്, അതുപോലെ താങ്ക്സ്, THANKS. ഈ വാക്കുകളെല്ലാം പ്ലൂറലായിട്ട് ഇംഗ്ലീഷിൽ കണക്കാക്കാറുള്ളൂ. നെക്സ്റ്റ്, കോമ്പൗണ്ട് നൗൺ എന്ന് നിങ്ങൾ കേട്ടതാണ്. അതായത് രണ്ടിൽ കൂടുതൽ വാക്കുകൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള വാക്കുകളെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അവയുടെ പ്ലൂറൽ ഫോം എങ്ങനെ ഉണ്ടാക്കാം? ഞാനൊരു കോമ്പൗണ്ട് വേർഡ് പറയാം. ബ്രദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ. ബ്രദർ എന്ന വേർഡുണ്ട്, ഇൻ എന്ന വേർഡുണ്ട്, LAW, ലോ എന്ന വേർഡുണ്ട്. 3 വേർഡ്സ് കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നൗൺ ആണത്. അതിന്റെ പ്ലൂറൽ ഫോം, അതിനെ നമ്മൾ എങ്ങനെ പ്ലൂറൽ ആക്കും എന്ന് പറഞ്ഞാൽ അതിലെ പ്രിൻസിപ്പാൾ വേർഡാണ് ബ്രദർ. ആ ബ്രദറിനെയാണ് നമ്മൾ പ്ലൂറലാക്കി മാറ്റേണ്ടത്. അപ്പൊ ബ്രദർ ഇൻ ലോ അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ബ്രദേഴ്സ് ഇൻ ലോ. അതുപോലെ സൺ ഇൻ ലോ, സൺ ഇൻ ലോ, സൺസ് ഇൻ ലോ എന്നേ പറയാവൂ. പല ആൾക്കാരും തെറ്റിച്ച് പറയാറുണ്ട്. സൺ ഇൻ ലോസ് എന്ന് പറയും, ബ്രദർ ഇൻ ലോസ് എന്ന് പറയും. തെറ്റാണ്. അതായത് കോമൺ എറേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആണ്. അതുപോലെ പാസർ ബൈ, പാസർ ബൈ എന്ന് പറഞ്ഞാൽ വഴിപോക്കൻ. അതിന്റെ പ്ലൂറൽ പാസേഴ്സ് ബൈ എന്നാണ്. അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. ഗവർണർ ജനറൽ പട്ടാളത്തിലെ ഒരു റാങ്കാണ്. ഗവർണർ ജനറൽ ഒരു കോമ്പൗണ്ട് വേർഡാണ്. എങ്ങനെ പ്ലൂറലാക്കി? പറയാം. ജനറൽ,
ഗവർണേഴ്സ് ജനറൽ. അതിലെ പ്രിൻസിപ്പൽ വേർഡ് മുഖ്യ വാക്ക് ഏതാണെന്ന് നോക്കാം. ആ വാക്കിന്റെ കൂടെയാണ് ആ വാക്കിനെയാണ് നിങ്ങൾ എന്താ പ്ലൂറൽ ആക്കി മാറ്റേണ്ടത്. ഉണ്ടോ? നോക്കാം. പിന്നെ അടുത്തതാണ് US എന്ന അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകൾ. മിക്കവാറും ലാറ്റിൻ ഭാഷയിൽ നിന്നും മറ്റു വന്നിട്ടുള്ള അന്യഭാഷകളിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ സ്വീകരിച്ചിട്ടുള്ള വാക്കുകളാണ്. US. ഒരു ഉദാഹരണം പറയാം. ഫോക്കസ്. FOCUS. FOCUS. US-ലാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ US എന്ന് മാറ്റാം, പകരം I എന്ന് ചേർക്കുക. I ചേർത്തായിരിക്കും അവയുടെ പ്ലൂറൽസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഫോക്കസ് എന്നുള്ളതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? FOCI. അതുപോലെ ന്യൂക്ലിയസ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള വാക്കാണ് ന്യൂക്ലിയസ്. NUCLEUS. അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? NUCLEI. US എന്ന് മാറ്റാം, I എന്ന് ചേർക്കാം. സിലബസ്. SYLLABUS. അതിന് രണ്ട് പ്ലൂറൽസ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് SYLLAB, I എന്ന് ഉപയോഗിച്ച് കാണാറുണ്ട്. SYLLABUS, ES എന്ന് ഉപയോഗിച്ച് കാണാറുണ്ട്. പക്ഷെ അതിന്റെ കോമൺ റൂൾ ഇതാണ്. റേഡിയസ്, RADIUS. US എന്ന് മാറ്റാം, I എന്ന് വീണ്ടും ചേർക്കുക. അപ്പൊ RADII, റെഡി. അതുപോലെ അലംനസ്. അലംനസ് ALUMNUS. അലംനസ് എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി. അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ALUMNI. മറ്റൊരു വേർഡ് ഫംഗസ് ആണ്. FUNGUS. അതിന്റെയും പ്ലൂറൽ FUNGI എന്നാണ്. ഇതുപോലെ തന്നെ മറ്റൊരു റോൾ IS. ഈ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകൾ, അവയെ എങ്ങനെ പ്ലൂറലാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു വേർഡ് പറയാം. ഒയാസിസ്. OASIS. OASIS. ഒയാസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരുപ്പച്ച. മരുഭൂമിയിൽ പച്ചപ്പ് ഉള്ളതായി തോന്നുന്ന ആ സ്ഥലം. ഒയാസിസ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് OASIS എന്നാണ്. അതിനെ പ്ലൂറലാക്കി മാറ്റാൻ I മാറ്റിയിട്ട് E എന്ന് ചേർത്താൽ മതി. എന്താവും? OASES. അതുപോലെ ബേസിസ്. BASIS. BASES. ബേസിസ്. പിന്നെ ക്രൈസിസ്. CRISIS. പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യം. ഹോസ്റ്റൈൽ സിറ്റുവേഷൻ. ക്രൈസിസ് അതിന്റെ പ്ലൂറൽ CRISES. ക്രൈസിസ്. ഉണ്ടോ?
അതുപോലെ ധാരാളം വേർഡ്സ് ഉണ്ട്. തിസീസ്, THESIS, പ്രബന്ധം, അതിന്റെ പ്ലൂറലാണ് THESCS. നോക്കാം. പിന്നെ ON അതധികം വേർഡ്സ് ഇല്ലെങ്കിലും ON എന്ന അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകൾ, അവയുടെ ON എന്ന് മാറ്റിയിട്ട് നമ്മൾ A എന്ന് ചേർത്താൽ മതി. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഫിനോമിനൻ, PHENOMENON. അത് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ പ്രതിഭാസം അല്ലെ? അതിന്റെ പ്ലൂറൽ എങ്ങനെയായിരിക്കും? ഈ ON എന്നത് മാറ്റാം, പകരം A എന്ന് ചേർക്കാം. അപ്പൊ ഫിനോമിന എന്നായിരുന്നു. അതുപോലെ നല്ലൊരു വേർഡാണ് ക്രൈറ്റീരിയൻ, CRITERION. ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ മാനദണ്ഡം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഓൺ വാട്ട് ക്രൈറ്റീരിയൻ, ഏത് മാനദണ്ഡത്തിൽ. അവരെ ശൈലികളാണ്. ശൈലി പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഈ നിങ്ങളുടെ വൊക്കാബുലറിയും അതുപോലെ ഗ്രാമർ സെക്ഷൻ ഒന്ന് ക്ലിയർ ആവട്ടെ. ഇപ്പൊ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ മാനദണ്ഡം. അതിന്റെ പ്ലൂറൽ ക്രൈറ്റീരിയ. ക്രൈറ്റീരിയന്റെ സ്പെല്ലിംഗ് CRITERION. അതിന്റെ പ്ലൂറലാണ് CRITERIA, ക്രൈറ്റീരിയ. നോക്കാം. പിന്നെ അടുത്തതുപോലെ തന്നെ UM എന്ന അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്ക് UM. അതും മിക്കവാറും ഒക്കെ എല്ലാം ലാറ്റിൻ പദങ്ങളാണ്. UM എന്ന അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകൾ പ്ലൂറലാക്കി മാറ്റാൻ നമ്മൾ A എന്ന് ചേർത്താൽ മതി. DATUM നമ്മൾ പല ആൾക്കാരും തെറ്റിച്ച് പറയാറുള്ളതാണ്. ഡാറ്റാസ് എന്ന ആൾക്കാർ പറയും, തെറ്റാണ്. ഡേറ്റം എന്ന വാക്കിന്റെ പ്ലൂറലാണ് ഡാറ്റ. ഡേറ്റം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ, ഡാറ്റ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഇൻഫോർമേഷൻ. അതുപോലെ മീഡിയം, MEDIUM, UM-ലാണ് അവസാനിച്ചിട്ടുള്ളത്. അതിനെ പ്ലൂറലാക്കാനും എന്ത് ചെയ്താൽ മതി? A എന്ന് ചേർത്താൽ മതി. MEDIA. UM എന്ന് മാറ്റാം, A എന്ന് ചേർത്താം. ബാക്ടീരിയം, BACTERIUM, ബാക്ടീരിയം. അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും പറയാമോ? മേഘ പറയും. അതിന്റെ സ്പെല്ലിംഗ് റൂൾസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ട തോന്നിയിട്ടുണ്ടെങ്കിൽ യാതൊരു മിസ്റ്റേക്കും കൂടാണ്ട് എഴുതാനും സാധിക്കും. ബാക്ടീരിയം, അതിന്റെ പ്ലൂറൽ പറയാമോ മേഘ? ബാക്ടീരിയസ്. UM എന്ന് മാറ്റാൻ നിങ്ങൾ പകരം എന്ത് ചേർത്താൽ മതി? എന്ന് ചേർത്താൽ മതി. ഉണ്ടോ? അപ്പൊ ബാക്ടീരിയ എന്നായിരിക്കും അതിന്റെ പ്ലൂറൽ. സ്റ്റേഡിയം എന്ന വാക്ക് ഇതുപോലെ തന്നെയാണ്. STADIUM, സ്റ്റേഡിയം. അതിന്റെ പ്ലൂറൽ എന്താണ്?
സ്റ്റേഡിയ. STADIA. STADIA. അതുപോലെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒന്നാണ് അക്വേറിയം. അതിന് മോഡേൺ ഇംഗ്ലീഷിൽ അക്വേറിയംസ് എന്നും കാണുന്നുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ അക്വേറിയ എന്നാണ് അതിന്റെ പ്ലൂറൽ. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഒരു റൂൾ കൂടി അതിനോടൊപ്പം ഉണ്ട്. അതായത് എ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ അവയെ പ്ലൂറലാക്കി മാറ്റാൻ AE എന്ന് ചേർത്താൽ മതി. എന്താണ്? എ എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന വാക്കുകൾ അവയെ പ്ലൂറലാക്കി മാറ്റാൻ എന്ത് ചേർത്താൽ മതി? AE എന്ന് ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, അമീബ, AMOEBA. അത് എയിലാണ് അവസാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? AMOEBAE, അമീബേ. ആൽഗ, ALGA, അതിന്റെ പ്ലൂറൽ ALGAE. അതുപോലെ ഫോർമുല FORMULA, അതിന്റെ പ്ലൂറൽ FORMULAE. അതുപോലെ ആന്റിന എന്ന വേർഡും ഇതുപോലെ തന്നെ നമുക്ക് പ്ലൂറലാക്കി മാറ്റാം. AE ചേർത്തോളൂ. ഉണ്ടോ? ഓക്കെ. ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട, ആ ഭാഗം അപ്പോൾ ക്ലിയർ ആവും. നോക്കാം. Certain nouns are used only in the singular form. ചില നൗൺസ് സിംഗുലർ ആയിട്ടേ ഉപയോഗിക്കാവൂ. അതിലൊന്നാമത്തതാണ് ഫർണിച്ചർ. FURNITURE. അതായത് നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ പല ആൾക്കാരും ഫർണിച്ചേഴ്സ് എന്ന് പറയാറുണ്ട്. തെറ്റാണത്. അപ്പൊ ഞാനൊരു വാക്യം നിങ്ങളോട് പറയണം. The furniture in this house is really grand. The furniture in this house, ഈ വീട്ടിലെ ഫർണിച്ചർ. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച വെർബ് സിംഗുലർ ആണ്, ഈസ് എന്നാണ്. കാരണം ഫർണിച്ചർ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഫർണിച്ചേഴ്സ് എന്ന് ഉപയോഗിക്കരുത്. ഇപ്പൊ ഫർണിച്ചർ നമുക്ക് പ്ലൂറലായിട്ട് ഉപയോഗിക്കേണ്ടി വന്നാൽ ബിറ്റ്സ് ഓഫ് ഫർണിച്ചർ അല്ലെങ്കിൽ പീസ് ഓഫ് ഫർണിച്ചർ എന്ന് പറയാം. സിംഗുലർ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നതും പല ആൾക്കാരും പലപ്പോഴും തെറ്റിച്ച് പറയാറുള്ളതുമായിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊരു വേർഡാണ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ, വിവരം എന്നാണ് അതിന്റെ അർത്ഥം. പലരും നിങ്ങൾ പറഞ്ഞു കേട്ടാണ് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻഫർമേഷൻ എന്നുള്ളത് എപ്പോഴും സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാവുള്ളൂ. അതിനും എക്സാമ്പിൾ പറയാൻ, all the information you need. All the information you need. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ബട്ട് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ all the information എന്നേ പറയാവൂ, all the informations എന്ന് പറയരുത്. All the information you need is given in this booklet.
നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ബുക്ക്ലെറ്റിൽ നൽകിയിട്ടുണ്ട്. അവിടെയും നമ്മൾ ഈസ് എന്ന വെർബാണ്, സിംഗുലർ വെർബാണ് ഉപയോഗിച്ചത്. ബിക്കോസ് ദ വേർഡ് ഇൻഫർമേഷൻ ഇസ് ഓൾവേസ് പ്ലൂറൽ. ഇവിടെ നമുക്ക് വിവരങ്ങൾ എന്ന അർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ വിവരങ്ങൾ എന്ന അർത്ഥം ലഭിക്കാൻ നിങ്ങൾ അപ്പൊ എങ്ങനെയായിരിക്കും അത് പറയുന്നത്? ഐറ്റംസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. We have got some bits of information. ഞങ്ങൾക്ക് അല്പം വിവരങ്ങൾ ലഭിച്ചു. ഒരു വേർഡും കൂടി അതുപോലെ സിംഗുലർ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വേർഡ് അഡ്വൈസ്. ADVICE അഡ്വൈസ് ആണ്. അത് നൗൺ ഫോം ആണ്. ഉപദേശം എന്നാണ് അതിന്റെ അർത്ഥം. ADVISE അഡ്വൈസ് ഉണ്ട്. അത് ഉപദേശിക്കുക എന്ന വെർബാണ്. അതാണ് ആ രണ്ട് അക്ഷരങ്ങൾ മാറിയാൽ അർത്ഥത്തിൽ വരുന്ന മാറ്റമാണ്. ഇപ്പൊ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നാണ്. അതെപ്പോഴും അത് സിംഗുലർ ആയിരിക്കും. ഇപ്പൊ ഐ ഗേവ് ഹിം സൗണ്ട് അഡ്വൈസ്. ഐ ഗേവ് ഹിം സൗണ്ട് അഡ്വൈസ്. ഞാൻ അവന് നല്ല ഉപദേശം കൊടുത്തു. ഉപദേശങ്ങൾ, അഡ്വൈസസ് എന്ന് പറയാൻ പാടില്ല. പിന്നെ പല ഉപദേശങ്ങളും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അഡ്വൈസസ് ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് കമേഴ്സ്യൽ അല്ലെങ്കിൽ ലീഗൽ പാർലൻസ്, അതായത് വാണിജ്യ മേഖലയിലും മറ്റും ഒരു ടെക്നിക്കൽ സെൻസിൽ നമുക്ക് അഡ്വൈസസ് എന്ന് ഉപയോഗിക്കാം. അത് സാധാരണയായിട്ട് വരണില്ല. നോക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങളോട് ബേസ് ഓഫ് ഫോമിങ് പ്ലൂറൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ നിങ്ങളോടൊരു ഒരു വാക്യം പറയും. അതിലുള്ള എറർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? I went to the shop to buy some stationeries. I went to the shop. ഞാൻ കടയിലേക്ക് പോയി. To buy, വാങ്ങാൻ. Some stationeries. അവിടുത്തെ മിസ്റ്റേക്ക് എന്തായിരിക്കും? അതായത് കറക്റ്റ് സെന്റൻസ് ആൻഡ് കോമൺ എറർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടുത്തെ സ്റ്റേഷനറി എപ്പോഴും സിംഗുലർ ആണ്. അപ്പൊ സ്റ്റേഷനറീസ് എന്ന് പറയരുത്. ഐ വെന്റ് ടു ദ ഷോപ്പ് ടു ബൈ സം സ്റ്റേഷനറി ഐറ്റംസ്. എന്ത് വേണേലും പറയാം. STATIONERY സ്റ്റേഷനറി ഉണ്ട്. STATIONARY സ്റ്റേഷനറി ഉണ്ട്. ഇവിടെ STATIONERY എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ്, ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസിനെയാണ് സ്റ്റേഷനറി. ബട്ട് ARY എന്ന് പറഞ്ഞാൽ അൺമൂവിങ് അല്ലെങ്കിൽ ചലിക്കാത്ത എന്നാണ് അതിന്റെ. അതുപോലെ we have ordered a lot of machineries for the factory.
എന്തായിരിക്കും അതിലെ മിസ്റ്റേക്ക് നമുക്ക് തോന്നുന്നത്? ഒന്നും കൂടെ സെന്റൻസ് പറയാമോ സാറേ? We have ordered a lot of machineries for the factory. ഇവിടെയും മെഷീനറി എന്ന വേർഡ് സിംഗുലർ ആണ്. മെഷീനറീസ് എന്ന് പറയരുത്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയാണ്. ഈ RY എന്ന അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന വാക്കുകൾ. There are a few nouns ending in RY which are used only in the singular form. അവയെ നമ്മൾ സിംഗുലർ ഫോമിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഉദാഹരണത്തിന് പോയട്രി, POETRY. His poetry is grand. പോയട്രി എന്ന വേർഡ് സിംഗുലർ ആണ്. അതുപോലെ നമുക്ക് നല്ല പരിചയമുള്ള സീനറി, SCENERY, അതും സിംഗുലർ ആണ്. അതുപോലത്തെ ഒരു വേർഡാണ് ഈ പറഞ്ഞ പോലെ സ്റ്റേഷനറി, മെഷീനറി. അപ്പോ നിങ്ങൾ ഒരിക്കലും മെഷീനറീസ് എന്ന് പറയരുത്, സ്റ്റേഷനറീസ് എന്ന് പറയരുത്, പോയട്രീസ് എന്ന് പറയരുത്, അതുപോലെ സീനറീസ് എന്ന് പറയരുത്. സീനറി സിംഗുലർ ആണ്. അപ്പോ ഇതാണ് ways of forming plurals. ഏതാണ്ട് എത്ര നിയമങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു? ഒരു 15. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെക്കുന്നുണ്ടോ? ഓക്കെ. സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന ആ ഭാഗം കഴിഞ്ഞു. അത് നിങ്ങൾ എല്ലാവരും പഠിക്കണം, ഓർത്തിരിക്കുക. ശരി. നോക്കാം. ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സ്ട്രക്ചേഴ്സ്, കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സ്. നമ്മള് എല്ലാ ആൾക്കാരും സംഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. കോൺവെർസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൺവേഴ്സ് ചെയ്യുമ്പോൾ അതിലെ ചില പാറ്റേൺസ് ആൻഡ് സ്ട്രക്ചേഴ്സ്, സെന്റൻസുകൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സ്ട്രക്ചർ ധാരാളം സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെന്റൻസ് പാറ്റേൺ. ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഇന്ന സ്ട്രക്ചർ ഉപയോഗിച്ച് ഒരു വാക്യം എങ്ങനെ ഉണ്ടാകും? ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. നോക്കാം. നമ്മള് ആദ്യ ഭാഗങ്ങളിൽ നിങ്ങളോട് പറഞ്ഞതാണ് വെർബ് പാറ്റേൺസ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. സെന്റൻസിന്, ഏത് സെന്റൻസ് ആണെങ്കിലും അതിന് 2 പാർട്സ് ഉണ്ടായിരിക്കും. അത് ഓർത്തിരിക്കാൻ നിങ്ങൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. സബ്ജക്റ്റില് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉണ്ടായിരിക്കും. പ്രെഡിക്കേറ്റിലാണെങ്കിൽ ഒരു വെർബ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ ചില സാഹചര്യങ്ങളിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു 1 വേർഡ് സെന്റൻസ് ആയി. അപ്പൊ ഞാനിപ്പോ ഒരാളോട് പറയണം സ്റ്റോപ്പ്,
സ്റ്റോപ്പ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനെ നമുക്ക് വൺ വേർഡ് സെന്റൻസ് എന്ന് പറയാം. ഷട്ടപ്പ് ആശയം പൂർണ്ണമായി. മിണ്ടിപ്പോകരുത്. ലിസൺ ശ്രദ്ധിക്കുക. വെയിറ്റ്. ഈ വാക്യങ്ങളിലൊന്നും സബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഇങ്ങനെ സബ്ജക്റ്റ് ഇല്ലാത്ത വൺ വേർഡ് സെന്റൻസുകളുണ്ട്. അതുപോലെ രണ്ട് വേർഡ്സ് മാത്രമുള്ള സെന്റൻസുകളുണ്ട്. There are sentences of two words, just a noun and an intransitive verb. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് വേർഡ്സ് മാത്രമുള്ള വാക്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കാം. ബേർഡ്സ് ഫ്ലൈ. പക്ഷികൾ പറക്കുന്നു. ഫയർ ബേൺസ്. തീ കത്തുന്നു. ഡോഗ്സ് ബാർക്ക്. പട്ടികൾ കുരയ്ക്കുന്നു. ടൈം ഫ്ലൈസ്. കാലം കടന്നു പോകുന്നു. ഇപ്പറഞ്ഞതെല്ലാം ടു വേർഡ് സെന്റൻസസ് ആണ്. രണ്ട് വാക്കുകൾ മാത്രം ഉണ്ടെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. പക്ഷെ ആശയങ്ങൾ എപ്പോഴും നമ്മൾ വളരെ ഷോർട്ട് ആൻഡ് പിറ്റി ആയിട്ടായിരിക്കും പറയേണ്ടത്. പക്ഷെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഈ രണ്ട് വേർഡ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൂർണ്ണമായ ആശയം അവതരിപ്പിക്കാൻ പറ്റില്ല. അതില് നമ്മൾ നിർമ്മിക്കുന്ന സെന്റൻസിന്റെ ഒന്നാമത്തെ ഒരു പാറ്റേൺ ആണ് ആദ്യം സബ്ജക്ട് പ്ലസ് ഇൻട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോ ഞാനൊരു വാക്യം പറയാം നിങ്ങളോട്. സുധീർ is coming on Tuesday. സുധീർ is coming on Tuesday. എന്താ ആ സെന്റൻസിന്റെ പാറ്റേൺ നിങ്ങൾ നോക്കിയേ. സബ്ജക്ട് സുധീർ, verb is coming. on Tuesday എന്നത് അതിന് നമ്മളൊരു ആഡ്വർബിയൽ എന്നാണ് പറയണം. നിങ്ങൾ പഠിക്കണമെന്നില്ല. അപ്പൊ സബ്ജക്ട് കഴിഞ്ഞാൽ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് ആയിരിക്കും. സബ്ജക്ട് പ്ലസ് ഇൻട്രാൻസിറ്റീവ്. എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ? ചില ക്രിയകൾക്ക് അർത്ഥം പൂർണ്ണമാവാൻ ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല. അങ്ങനെ ഓബ്ജക്റ്റ് ആവശ്യമില്ലാത്ത ക്രിയകളെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. സുധീർ ഈസ് കമ്മിങ്. സുധീർ വന്നുകൊണ്ടിരിക്കുകയാണ്. അർത്ഥം പൂർണ്ണമായി. അവിടെ ഈസ് കമ്മിങ്ങിന് ശേഷം നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കണമെന്നില്ല. അപ്പൊ ഒന്നാമത്തെ വെർബ് പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ് സബ്ജക്ട്, പിന്നെ ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ ഞാനൊരു വാക്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇൻട്രാൻസിറ്റീവ് സബ്ജക്റ്റും ഇൻട്രാൻസിറ്റീവ് വെർബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്കണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. സബ്ജക്റ്റ് ഏതാണ്? ദ സൺ അല്ലേ? കുറച്ച് മുമ്പ് അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ എങ്ങനെ പറയാം? അപ്പൊ ടെൻസ് നിങ്ങൾ ഓർക്കണം. ഏതാനും സമയത്തിന് മുമ്പാണ് സൂര്യൻ ഉദിച്ചത്. അപ്പൊ നിങ്ങൾ ആശയം എങ്ങനെ പറയും? ഇവിടെ ടെൻസ് കൂടി കലർത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. The sun has already risen. R-I-S-E-N. Rise, rose, risen. ഇവിടെ നോക്കാം. സബ്ജക്റ്റും ഹാസ് റൈസൺ എന്ന ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതിന് ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഓബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ അടുത്തായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നോക്കാം.
അപ്പൊ ഒന്നാമത്തെ ഒരു സ്ട്രക്ചർ വെർബ് പാറ്റേൺ ആണ് നമുക്ക് പറഞ്ഞത്. സബ്ജക്ട്, പിന്നെ ഒരു ഇൻട്രാൻസിറ്റീവ്. ഇപ്പൊ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതും സബ്ജക്റ്റും ഇൻട്രാൻസിറ്റീവ് വെർബ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രക്ചർ ആണ്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് സ്ലീപ്പിംഗ് എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതിനുശേഷം ഒരു ഓബ്ജക്റ്റിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, അടുത്ത ഒരു പാറ്റേൺ. ആ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞാൽ അടുത്തായിട്ട് ഒരു ട്രാൻസിറ്റീവ് വെർബാണ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഞാൻ സെന്റൻസുകൾ നിങ്ങളോട് ചോദിക്കാം. അപ്പോ ട്രാൻസിറ്റ് സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ട്രാൻസിറ്റീവ് വെർബ് എന്താണെന്നാണ് അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓബ്ജക്റ്റ് ആവശ്യമായിട്ട് വരുന്ന ക്രിയകളെയാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് മേഘ ബിക്കെയിം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മേഘ ബിക്കെയിം. മേഘ ആയി തീർന്നു. എന്ത് എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ ടീച്ചർ എന്ന് കൂടി ചേർക്കുകയാണെങ്കിലോ മേഘ ബിക്കെയിം എ ടീച്ചർ. അപ്പൊ ബിക്കെയിം എന്ന ആ വെർബിന് അർത്ഥം പൂർണ്ണമാവാൻ ടീച്ചർ എന്ന ഓബ്ജക്റ്റ് കൂടി ആവശ്യമായിട്ട് വന്നു. ഇങ്ങനെ ഓബ്ജക്റ്റ് ആവശ്യമായി വരുന്ന ക്രിയകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റീവ് വെർബ്. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ് ഓവർ എന്നാണ്. അപ്പൊ ട്രാൻസിറ്റീവ് വെർബിന് ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓബ്ജക്റ്റ് എന്താണെന്ന് അടുത്തായിട്ട് പറയും. വീണ്ടും നിങ്ങൾ ഓർമ്മിക്കുക. മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർക്കേണ്ടത്. നോർമൽ ഓർഡർ ഓഫ് വേർഡ്സ് ഇൻ ആൻ ഇംഗ്ലീഷ് സെന്റൻസ് ഈസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട്. ഇവിടെ നോക്കാം. ഒരു വാക്യം നിങ്ങളോട് പറയണം. പ്രതാപ് സബ്ജക്ട് ലൈക്സ്. പ്രതാപ് ലൈക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പ്രതാപ് ഇഷ്ടപ്പെടുന്നു. അർത്ഥം പൂർണ്ണമായിട്ടില്ല. നിങ്ങൾ ചോദിക്കും എന്ത് ഇഷ്ടപ്പെടുന്നു, അല്ലെ ആരെ ഇഷ്ടപ്പെടുന്നു? ഞാൻ പറയാണ് പ്രതാപ് ലൈക്സ് മിൽക്ക്. പ്രതാപ് ലൈക്സ് മിൽക്ക്. പ്രതാപ് ലൈക്സ് വാട്ട്. പ്രതാപ് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഇപ്പോ ലൈക്ക് എന്ന വെർബിനോട് വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താണോ അതിനെയാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രതാപ് ലൈക്സ് മിൽക്ക്. പ്രതാപ് ലൈക്സ് വാട്ട്? മിൽക്ക്. മിൽക്ക് ആണ് അതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. The principal punished the boy. അടുത്തൊരു വാക്യമാണ് പറയുന്നത്. The principal punished the boy. പ്രിൻസിപ്പാള് ആ കുട്ടിയെ ശിക്ഷിച്ചു. പ്രിൻസിപ്പാൾ punished whom? ആരെ ശിക്ഷിച്ചു? അപ്പോ നിങ്ങൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്താണെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വാക്യത്തിലെ വെർബിനോട് വാട്ട് എന്നോ ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഏതാണോ അതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. നോക്കവിടെ. The Chinese have attacked the Russians. The Chinese have attacked the Russians. The Chinese have attacked whom? The Russians. Russians എന്നുള്ളതാണ് അവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് അല്ലെ. അതുപോലെ അപ്പൊ ഡയറക്റ്റ് ഓബ്ജക്റ്റ് മനസ്സിലാക്കണ എങ്ങനെയാണ്? അപ്പൊ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞാണ്.
ഒരു വെർബിനോട്, സെന്റൻസിലെ വെർബിനോട് നമ്മൾ വാട്ട് എന്നോ അല്ലെങ്കിൽ ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഏതാണോ അതാണ് ഡയറക്റ്റ്. ഇത് മറ്റൊരു സ്ട്രക്ചറാണ്. ഇപ്പൊ രണ്ട് സ്ട്രക്ചറാണ് നമ്മളിവിടെ പറഞ്ഞത്. സബ്ജക്ട് പ്ലസ് ഇൻട്രാൻസിറ്റീവ് വേർബ്, മറ്റൊന്ന് സബ്ജക്ട് പ്ലസ് ട്രാൻസിറ്റീവ് വേർബ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്ട്സ്. ഇപ്പോ ഞാനൊരു വാക്യം പറയാം. അത് നിങ്ങൾ ഇതുപോലെ സബ്ജക്റ്റും ഡയറക്റ്റ് ട്രാൻസിറ്റീവ് വെർബും ഓബ്ജക്റ്റ് ഉപയോഗിച്ച് പറയാൻ ശ്രമിക്കാം. ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. പറയാമോ? മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. പറയാം, ആരെങ്കിലും പറയാം? ഷീബ, പറഞ്ഞോ. ചീഫ് മിനിസ്റ്റർ ഇനാഗ്രേറ്റഡ്. മിനിസ്റ്റർ അപ്പൊ മനസ്സിലാക്കാത്ത സബ്ജക്റ്റ് ആണ്. ഇനോഗ്രേറ്റഡ് അല്ലേ? ഇനാഗ്രേറ്റഡ് വാട്ട്? The press meeting. പ്രസ് കോൺഫറൻസ്. നമുക്ക് ഈ ഡയറക്റ്റ് ഓബ്ജക്റ്റ് അതുപോലെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എല്ലാ ആളുകൾക്കും മാറിപ്പോണമെന്നാണ്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്. ഓക്കെ. അതുപോലെ അങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി നോക്കണം. ഇന്ത്യ ഒരു സ്ട്രോങ് ആർമിയെ ബിൽഡപ്പ് ചെയ്യണം. ഇന്ത്യ ശക്തമായൊരു ആർമിയെ ബിൽഡപ്പ് ചെയ്യണം. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച ചെയ്യണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാം. ഈ വാക്യം നമ്മൾ ഈ പാറ്റേൺ ഉപയോഗിച്ച് എങ്ങനെ പറയും? ഇന്ത്യ ചെയ്യണം, ചെയ്തേ തീരൂ, ഒരു നെസസിറ്റിയാണ്. നിങ്ങൾ ഏത് വേർഡ് ഉപയോഗിക്കും? നേരത്തെ പഠിച്ച ഓർക്കണ്ടോ നോക്കട്ടെ. ഇന്ത്യ മസ്റ്റ്. India must build up a. India must build up. അല്ലെ? ഇന്ത്യ മസ്റ്റ് ബിൽഡ് അപ്പ് എ സ്ട്രോങ് ആർമി. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുക കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഗാന്ധിജി അഹിംസ പ്രാക്ടീസ് ചെയ്തു. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്ട് ട്രാൻസിറ്റീവ് ഓബ്ജക്ട്. എങ്ങനെ പറയും? പറയാമോ? അഖില പറയാം. അല്ലെങ്കിൽ ഹെലൻ, ആരെങ്കിലും പറയാം? ഷീബ, ഗാന്ധിജി ഫസ്റ്റ് പ്രാക്ടീസ് അല്ലെ? പ്രാക്ടീസ് അഹിംസ. ഉണ്ടോ? അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച പാറ്റേൺ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്ട് അല്ലെ? ഇനി മറ്റൊരു സ്ട്രക്ചർ കൂടി ഉണ്ട്. ഒരു സ്ട്രക്ചർ അല്ല, സ്ട്രക്ചർ ധാരാളം ഉണ്ട്. ഈ സ്ട്രക്ചറിൽ നമ്മൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം. അതാണ് ശരിക്കും നമ്മുടെ ഭാഷ പഠനം. അടുത്ത ഒരു സ്ട്രക്ചർ ഇതാണ്. ആദ്യം സബ്ജക്ട്, പിന്നെ വെർബ്.
ചില വാക്യങ്ങളിൽ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആൻഡ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പൊ ഞാൻ പറയാൻ നിങ്ങളോടൊരു വാക്യം ചോദിക്കണം. I will give you a pen. I will give you a pen. I will give you a pen. I will give you what? A pen. A pen. A pen ആണ് അതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. I will give a pen to whom? ആർക്ക്? ആർക്ക് ഞാൻ നൽകും? To whom? നിങ്ങൾക്ക്. യു. യു എന്നതാണ് അതിലെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. അല്ലെങ്കിൽ to whom എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇങ്ങനെ ഉള്ള വാക്യങ്ങൾ നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ സമയമായി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു സാർ. ശരി.